ചക്കരക്കുടത്തിൽ കൈയിട്ടവന് എപ്പോഴും ഇടാൻ ആഗ്രഹിക്കുമല്ലോ അല്ലേ. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ അതിന് കിട്ടിയ മധുരം ഭയങ്കര മധുരമാണ്. പിന്നെ എപ്പോഴും ഇടാൻ ആഗ്രഹിക്കും. ഒരു MLA ആയ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒന്ന് ജയിച്ച് കിട്ടിയാൽ പിന്നെ അവരതിന് പിന്മാറാൻ പണിയാണ്. കാരണം എന്താ അറിയോ, വലിയ നേട്ടമാണ്, ചെറിയ നേട്ടമൊന്നുമല്ല. ഒരു MLA ആയാൽ അയാളെ ശിഷ്ടകാലം ജീവിതകാലം മുഴുക്ക ഗവൺമെൻറ് നോക്കിക്കോളും. അയാളെയും അയാളുടെ മക്കളെയും ഭാര്യനെയും ഒക്കെ ഗവൺമെൻറ് ചെലവിലാണ് നോക്കുക. ശരാശരി 50,000 രൂപ ശമ്പളം ഒരു MLAക്ക്. അലവൻസും മറ്റെല്ലാം കൂടി നോക്കിയാൽ 2 ലക്ഷം രൂപയുടെ മേലെ മാസത്തിൽ കിട്ടുകയാണ്. ഇപ്പോൾ പിണറായി സർക്കാർ അതൊന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. അതിനെ പ്രതിപക്ഷം എതിർത്തിട്ടില്ല. കാരണം അവർക്കും കിട്ടണമല്ലേ, വരുമല്ലോ എന്ന നിലക്ക്. വെറുതെ അല്ല, എന്താണ് ഇത്രയും വാശിക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടണം, തെരഞ്ഞെടുപ്പ് നിൽക്കണം എന്നുള്ള വാശി എന്താണ് എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. വെറുതെ അല്ല, ഇതിന് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ശമ്പളം ഈ പൈസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ അരിക്ക് പോലും കഴിവില്ലാത്ത പാവങ്ങൾ ചിന്താബാധ വിളിച്ചിട്ട് വീട് അതിനും കയറി ഇറങ്ങിയിട്ട് ഇവർക്ക് കായ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്നതോ ചെയ്തോളി, നല്ലത് തന്നെയാണ്. ആരെങ്കിലൊക്കെ രക്ഷപ്പെടട്ടെ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ രക്ഷപ്പെടട്ടെ. അല്ലാതെ ജനത്തിനെ നോക്കാൻ വേണ്ടിയും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലത്. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ നല്ലതും ചെയ്യും, കുറേ വിടക്കും ചെയ്യും. ഇതന്നെ ചക്കരക്കുടത്തിൽ കൈയിട്ടോ പിന്നെ ഇതിന് പിന്മാറൂല. എല്ലാവരും അത് കിട്ടാതിരുന്നാൽ രാജിവെക്കും, പേടിപ്പിച്ചിട്ടും. ഇപ്പോൾ സുധാകരനൊക്കെ കണ്ടില്ലേ എന്താ കഥ. അതുപോലെ പുറത്ത് ഷാഫി ആദ്രഹ്മാൻ ഉണ്ടത്താണ്, ഷാഫി ചാരിയോ, അപ്പുറത്ത് വേറെ പല ആളുകളും, എല്ലാവരും രാഷ്ട്രീയക്കാർ മൊത്തം എല്ലാവരും കണക്ക് തന്നെ. കാരണം ഇതിലുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ചില്ലറല്ല, അതൊരു ബിസിനസ്സാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ച് കാശുകളൊക്കെ കണ്ട് ഇറക്കി ഒരു ബിസിനസ്സിൽ ഇറക്കണമായി ഇറക്കുകയാണ്. പിന്നെ അതൊക്കെ അവൾ ജയിച്ചങ്ങോട്ട് തിരിച്ചെടുക്കുകയല്ലേ. ചിലവർക്ക് പോവും ലോട്ടറി പോലെ, ചിലവർക്ക് നഷ്ടം സംഭവിക്കും, ചിലവർക്ക് കിട്ടും ചെയ്യും. ഇതാണ് കഥ. ഏതായിരുന്നാലും നടക്കട്ടെ, ഉഷാറായിട്ട് പോട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ സിന്ദാബാദ് വിളിച്ചിട്ട് അതിനുവേണ്ടി ഊണ് ഉറക്കം ഒഴിച്ചിട്ട് അടിയും പിടിയൊക്കെ കൂടുന്ന നമ്മളെ കാര്യം കഷ്ടപ്പാക്കാം.